ബാങ്കുകളും ഇടനിലക്കാരനുമില്ലാതെ പണമിടപാടുകൾ നടത്താനായിട്ടാണ് ക്രിപ്റ്റോ നമ്മെ സഹായിക്കുന്നത്. എന്നാൽ ഇന്ന് ക്രിപ്റ്റോ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ഇടനിലക്കാരനില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ഇന്ന് ഓരോ സാധാരണ ക്രിപ്റ്റോ ഇൻവെസ്റ്ററുടെയും ഒരു പേര് സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഡു യു സ്റ്റിൽ ട്രസ്റ്റ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചസ്? വസരസിലായിരുന്നു എൻ്റെ 50% കോയിൻ ഞാൻ ഹോൾഡ് ചെയ്തിരുന്നത്. അതെങ്ങനെയൊക്കെ ഉണ്ടാക്കിയാന്ന് എനിക്ക് മാത്രമേ അറിയൂ. അതാണ് ഈ അടുത്ത് ഹാക്ക് പോയി. ഇനി ഞാൻ എൻ്റെ ക്രിപ്റ്റോ എല്ലാം എവിടെ സേവ് ചെയ്യും? ആരെ വിശ്വസിക്കും? എന്തിനു വിശ്വസിക്കും? നീ എങ്കിലും ഒരു വഴി പറഞ്ഞ ആളാ. എന്നാലേ ഞാൻ നിനക്ക് വേറെണ്ണം പറഞ്ഞുതരാം. ഏത്? MT Gox. അതാണ്ടപ്പെട്ട ആദ്യം പോയത്. ഇന്നോടൊക്കെ ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതി, ഞാൻ പോകുന്നു. 100ഓളം ക്രിപ്റ്റോ ട്രേഡേഴ്സിനോട് കഴിഞ്ഞ Web3 സമ്മിറ്റിൽ നമ്മൾ ചോദിച്ച ചോദ്യം അതായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം ഹാഡ് one answer for us. No. Do you still think that you can rely upon exchanges? No, I'm not really. No, definitely not. So what is the solution? MT Gox മുതൽ Wazirx തൊട്ട് ഇപ്പോൾ ഇതാ CoinDesk വരെ എത്തി നിൽക്കുകയാണ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഹാക്ക്. കസ്റ്റമേഴ്സ് ആർ ലൂസിംഗ് മണി, ദേ കാൻ വിത്ഡ്രോ ദെയർ ഫണ്ട്, അങ്ങനെ പലതും. ട്രസ്റ്റ് ഇൻ സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോംസ് ആർ കൊളാപ്സിംഗ് ഫാസ്റ്റ്, വെരി ഫാസ്റ്റ്, super fast. Now what is the solution? Anyway, time stamp യൂസ് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കാണാനായിട്ട്, and do subscribe, share with your folks. പിന്നെ ഇത്തരത്തിലുള്ള ന്യൂസുകൾ എല്ലാവരും ഒരുപോലെ സംസാരിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇത് വളരെ അപൂർവം ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെൽഫ് കസ്റ്റഡിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയാൻ പോകുന്നത്. എന്താണ് ക്രിപ്റ്റോയിലെ സെൽഫ് കസ്റ്റഡി? അറ്റ് ഇറ്റ്സ് കോർ, സെൽഫ് കസ്റ്റഡി ഈസ് അബൌട്ട് ഓണർഷിപ്പ്. When you hold your own key, you hold your own crypto. No middleman, no gatekeeper, just you and the blockchain. ശരിക്കും ക്രിപ്റ്റോ നിങ്ങളുടെ മൊബൈൽ വാലറ്റിലാണോ സ്റ്റോർ ചെയ്യുന്നത്, അതോ വേറെ എവിടെയെങ്കിലാണോ? അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. യു സി, യുവർ ക്രിപ്റ്റോ ഇസ് ആക്ച്വലി സ്റ്റോർഡ് ഇൻ യുവർ വാലറ്റ്. ഇറ്റ് ലിവ്സ് ഓൺ ബ്ലോക്ക് ചെയിൻ, കോപ്പീഡ് ആൻഡ് വെരിഫൈഡ് അക്രോസ് തൗസൻഡ്സ് ഓഫ് നോട്ട്സ്. ശരിക്കും നിങ്ങൾ ക്രിപ്റ്റോ വാലറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു സാധനമാണ്, ആൻഡ് ദാറ്റ് ഈസ് പ്രൈവറ്റ് കീ. ആ താക്കോൽ നിങ്ങളുടെ അധികാരമാണ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. അതിലുള്ള ക്രിപ്റ്റോയുടെ ഉടമ നിങ്ങളാണെന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവാണ്. അങ്ങനെ പലതും. പ്രൈവറ്റ് കീ നിങ്ങൾ ഇന്ന് നഷ്ടപ്പെടുത്തുന്നുവോ അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിപ്റ്റോ സേവിങ്സും നഷ്ടമാകുന്നു. ശരിക്കും ഈ വീഡിയോ കാണുന്ന എത്ര പേർ നിങ്ങളുടെ പക്കലുള്ള ക്രിപ്റ്റോ എൻ്റെ സ്വന്തമാണ് എന്ന അധികാരത്തോടെ പറയാൻ സാധിക്കും? ദ ക്വസ്റ്റ്യൻ ഇസ് ഹൂ ഓൺസ് യുവർ പ്രൈവറ്റ് കീ, ബിക്കോസ് ദാറ്റ് ഈസ് ഹു റിയലി ഓൺസ് യുവർ ക്രിപ്റ്റോ. ഭൂരിഭാഗം ആൾക്കാരും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ ആ താക്കോൽ ഏൽപ്പിച്ച് സമാധാനിക്കുന്നുണ്ടാവും. ബാങ്ക് ലോക്കറിൽ സ്വർണം വെച്ചിട്ട് ചാവി ബാങ്കിൽ തന്നെ കൊടുക്കുന്ന പോലെ. പരിഹാരം ഒന്ന് മാത്രം, സെൽഫ് കസ്റ്റഡി. സെൽഫ് കസ്റ്റഡി? But before that Tenga talk, let's see how self-custody actually works. There are two type of wallets. One custodial wallets, രണ്ട് non-custodial wallets. So custodial, where someone else hold your private key, typically an exchange. And non-custodial, where you hold the key, like Ledger. FTX, Celsius, Voyager, Blockify and Wazirx അങ്ങനെ നീളുന്ന ഒരുപാട് എക്സ്ചേഞ്ചുകൾ, പ്ലാറ്റ്ഫോമുകൾ. ഇവർക്കെല്ലാം സംഭവിച്ച ഫെയിലിയർ അവസാനം എഫക്റ്റ് ചെയ്തത് നമ്മളെ പോലെയുള്ള സാധാരണ ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സിനെയാണ്. The story keeps repeating because the structure is flawed. On the other hand, സെൽഫ് കസ്റ്റഡി എന്നാൽ നിങ്ങളുടെ വെൽത്ത് നിങ്ങളുടെ കൈവശം വെക്കുന്ന പോലെ. Only you can have the key. No one can freeze it. No one can touch it unless you let them. So why self-custody is so important now more than ever? Number 1, true ownership. Not your key, not your coins. പ്രൈവറ്റ് കീ നിങ്ങളുടെ കയ്യിലല്ലെങ്കിൽ നിങ്ങളുടെ ക്രിപ്റ്റോ സേവിങ്സ് നഷ്ടപ്പെടുത്താനും കളവ് പോകാനും ഫ്രോസൺ ആവാനുമായിട്ടുള്ള ചാൻസ് ഉണ്ട്. And they will use our money to solve their hunger. Number 2, more wallet options. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർഫേസ് കണ്ട് ബോറടിച്ച് ഇതിൽ നിന്നുമൊക്കെ ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ we should move to self custody wallet. ഈ 12-24 വേർഡ് സീഡ് ഫ്രേസ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ സ്വിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ വാലറ്റ് അഡ്രസ്സ് പോയാൽ പോലും നമ്മുടെ അസറ്റ് സേഫ് ആയിരിക്കും, റിക്കവറബിളും ആയിരിക്കും. നമ്പർ 3, എൻഹാൻസ്ഡ് പ്രൈവസി. KYC വേണ്ട, പേരോ അഡ്രസ്സോ ഇമെയിൽ ഐഡിയോ ഒന്നും കൊടുക്കണ്ട. നോ സൈൻ അപ്പ്, നോ ട്രാക്കിംഗ്, ജസ്റ്റ് ദ ബ്ലോക്ക് ചെയിൻ.
Number 4, access to the full decentralized ecosystem. You can easily unlock the full potential of Web3 world. Want to use a DeFi protocol or DAO governance or NFT marketplace? You need a self-custody wallet. ഇതൊന്നും ശരിക്കും ഒരു കസ്റ്റോഡിയൽ വാലറ്റ് കൊണ്ട് സാധിക്കുന്നതുമല്ല. Now there are multiple options for you to enter to this Web3 world. Hot wallet, paper wallet and hardware wallet. So എന്താണ് hot wallet? Software wallets like MetaMask or Trust Wallet. Easy to use but vulnerable to hacks. രണ്ട് paper wallets. Literally printing your key on paper. Super secure but not practical for everyday use. Hardware wallets. Devices that keep your private key offline. The gold standard for serious hodlers. ഇതിൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രോസും കോൺസും ഒക്കെ ഉണ്ട്. ബട്ട് നിങ്ങൾ ഒരു സിഗ്നിഫിക്കൻ്റ് ആയ അസറ്റ് പ്രൊട്ടക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓൺലി വൺ വിൽ സ്റ്റാൻഡ് ഔട്ട് ആൻഡ് ദാറ്റ് ഇസ് ഹാർഡ്വെയർ വാലറ്റ്സ് ലൈക്ക് ലെഡ്ജർ. So if you ask me why hardware wallets are the safer bet, it is your cold or offline wallet. Your private key never touches the internet. Even if your phone or computer is compromised, your crypto stays safe. So this is a peace of mind in a small powerful form. നമ്മുടെ സൂപ്പർ ഹീറോ ദ ഗാർഡിയൻ ഓഫ് ക്രിപ്റ്റോ കെ പറഞ്ഞ പോലെ വിത്ത് ഗ്രേറ്റർ ഫ്രീഡം കംസ് വിത്ത് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. സെക്യൂർ യുവർ സീഡ് ഫ്രേസ്. Write it down not on your phone or cloud and store it safely. Number 2, avoid blind signing. Always check what you are approving. Use multiple accounts, keep a cold vault and burn a wallet for risky transactions. And stay educated. For that, you have to watch our channel. Scams evolve, so should you. And we are here to help you. Now where does Ledger comes in? ഇത് വെറുമൊരു ഫാൻസി ഡിവൈസ് അല്ല, ഒരു ഫിലോസഫി പോലെ നമ്മുടെ ക്രിപ്റ്റോ നമുക്ക് സ്വന്തം. I believe that you should own what is yours. It makes self-custody secure, intuitive and manageable, even for beginners. നിങ്ങളുടെ വിശ്വാസം ഇവിടെ ആരെയും ഏൽപ്പിക്കേണ്ടതില്ല. And that is the point. Just remember that. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ ഉണ്ടാക്കിയതാണ് ക്രിപ്റ്റോ. ബാങ്ക്സും ബ്രോക്കേഴ്സും മിഡിൽമാനും ഒന്നുമില്ലാതെ നമ്മൾക്ക് പണമിടപാടുകൾ നടത്താനായി ഉണ്ടാക്കിയെടുത്ത പവർ. Crypto is the freedom. It is the actual democracy by the people for the people. But only if you hold your own key. ക്രിപ്റ്റോയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സെൽഫ് കസ്റ്റഡിയിലും നിങ്ങൾ വിശ്വസിച്ചാൽ മതിയാവും. Do you want to own your crypto, own your keys, own your coin and own your future? അടുത്ത വീഡിയോയിൽ ലെഡ്ജർ വാലറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയ ട്യൂട്ടോറിയൽ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. So till then, stay tuned. This is Mirzad and ദേ പോയി. ദാ വന്നു. Godspeed.